പുതിയ സാഹചര്യത്തിനനുസരിച്ച് വായനയെ ചിട്ടപ്പെടുത്തണമെന്ന് മന്ത്രി പി രാജീവ് പറഞ്ഞു. ജില്ലാ ലൈബ്രറി കൗൺസിൽ വികസന സമിതിയുടെ നേതൃത്വത്തിൽ ആലുവ UC കോളേജിൽ സംഘടിപ്പിച്ച ത്രിദിന പുസ്തകോത്സവം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വായനയും പുസ്തകവും മരിച്ചിട്ടില്ല, വായനയുടെ പുതിയ രൂപത്തിൽ വരികയാണ്. വായനയിലേക്കും എഴുത്തിലേക്കും ChatGPT പോലുള്ള AI സംവിധാനങ്ങൾ കടന്നുവരികയാണ്. പഴയ ചിന്തകളും ധാരണകളും പുതുക്കാൻ വായന ഗുണകരമാണെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. പണ്ട് ഞങ്ങളുടെയൊക്കെ വിദ്യാഭ്യാസത്തിന്റെ അവസാന ദശ കാലത്തെത്തിയപ്പോഴേക്കും പുസ്തകം മരിക്കുന്നോ, വായന മരിക്കുന്നോ, ഇതിനെ സംബന്ധിച്ചായിരുന്നു ചർച്ചകൾ. പക്ഷെ വായന മരിച്ചില്ല, പുസ്തകവും മരിച്ചില്ല. പുസ്തകം ഒത്തിരിയേറെ ഇറങ്ങുന്നുണ്ട്, ഒത്തിരിയേറെ പതിപ്പുകൾ ഇറങ്ങുന്നുണ്ട്. ഇപ്പോ ചില പുസ്തകങ്ങൾക്കൊക്കെ കോടികൾ റോയൽറ്റി കിട്ടുന്ന എഴുത്തുകാർ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അതൊരു പതിപ്പുകൾ ഇറങ്ങും. അപ്പോ പുസ്തകം വായനയും മരിച്ചിട്ടില്ല. പിന്നെ വായനയുടെ പുതിയ രൂപങ്ങൾ വരുന്നു. ഇപ്പൊ നമ്മളാരും ആനുകാലികങ്ങൾ വാങ്ങാറില്ല. നമുക്കല്ലാതെ തന്നെ മാക്സ് ഉപയോഗിച്ച് എല്ലാം വായിക്കാം. ചെറിയ പൈസയിലെല്ലാം നമുക്ക് ആനുകാലികങ്ങൾ വായിക്കാം. ഇപ്പോൾ നിങ്ങൾക്ക് ചിലത് വായിക്കാൻ മാത്രമല്ല കേൾക്കാം. നിങ്ങൾ എക്കണോമിസ്റ്റ് ആണെങ്കിൽ അത് എത്ര സമയം വായിക്കണം, എത്ര സമയം കേൾക്കണം എന്നും കൂടി ആദ്യം വരും. നമ്മൾ നോക്കുമ്പോൾ തന്നെ അതിനകത്ത് ഇത്ര 6 മിനിറ്റിന്റെ വായനയാണ് നിങ്ങൾക്ക് ഇത് വായിക്കാൻ അത്ര മതി. എഴുത്തുകാരൻ വിനോദ് കൃഷ്ണ മുഖ്യാതിഥിയായി. സതീഷ് സൂര്യൻ എഴുതിയ ചിന്ത പബ്ലിക്കേഷൻസിന്റെ മതരാഷ്ട്രവാദത്തിന്റെ ശിലകൾ പുസ്തകം മന്ത്രി പി രാജീവ് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ നൽകി പ്രകാശിപ്പിച്ചു. UC കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ മിനി ആലിസ് വായനാ സന്ദേശം നൽകി. സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ഡോക്ടർ KV കുഞ്ഞികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MR സുരേന്ദ്രൻ, KP രാമചന്ദ്രൻ, സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം P തമ്പാൻ, ജില്ലാ വൈസ് പ്രസിഡന്റ് ഷെറീന ബഷീർ, സിന്ധു ഉല്ലാസ്, SAM കമാൽ എന്നിവർ സംസാരിച്ചു. P തമ്പാൻ, ഷെറീന ബഷീർ, K രവികുമാർ, സിന്ധു ഉല്ലാസ്, KC വത്സ എന്നിവർ അക്ഷരദീപം തെളിയിച്ചു.